ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 5:30 ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ താജ്മഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതെന്റെ 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ എന്റെ മകൾക്ക് താജ്മഹൽ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മകൾ റെഡി ആയിട്ടുണ്ട്. മകളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് താജ്മഹലിലേക്ക് പോകണം. അത് ഏറ്റവും ആദ്യം തന്നെ പോകണം. 6:30ക്കാണ് താജ്മഹൽ ഓപ്പൺ ആകുന്നത്. അപ്പൊ താജ് കാണാൻ വേണ്ടിട്ട് റെഡി ആകുകയാണ്. കമോൺ, ആരാണ് വരുന്നത്? വന്നേ പെട്ടെന്ന് വന്നേ, പോകണ്ടില്ലേ? അപ്പൊ ദീപ ബർത്ത്ഡേ ശേഷം അപ്പം ദീപയുടെ ഭയങ്കര ബർത്ത്ഡേക്ക് ശേഷം ഇവിടെ വന്ന് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എന്താ പറയൂ, പ്രത്യേകിച്ച് പറയാനില്ല, അങ്ങോട്ട് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ ആൾറെഡി പോയിട്ടുണ്ട്. മമ്മി ഇവിടെ ഡൽഹി അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ എനിക്ക് അത്ര പ്രയാസമൊന്നുമില്ല. അരക്കി കുടിച്ചൊന്നുമല്ല, ഞാൻ പഠിച്ചു വളർന്ന ഇവിടെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്വന്തം നാട് പോലെയാണ്. എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ എന്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെയുള്ളൊരു സന്തോഷമാണ്. അപ്പം उस हिसाब से जाएंगे, जो हमारा उनको देखना है उस हिसाब से जाएगा. चलो आओ ना, सुबह देखो चलो ये देखो, ये 6 മണി പോലും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ പോവാണ്. കയറിക്കോ. അപ്പം ഞങ്ങൾ എൻട്രൻസിൽ നിന്ന് വണ്ടി പോവാണ്. ആണോ? എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് നടക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഞാൻ കയറി ഭയങ്കര ആരോഗ്യമായിരുന്നു. തണുപ്പത്ത് ഞാൻ ഷൂ പോലും കൊണ്ടുവന്നില്ല, ചപ്പൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഷൂ അടിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇത്രയും ദൂരം തണുത്ത് വരച്ച് നടക്കണമെന്നാണ് എൻ്റെ മകൾ പറയുന്നത്. Only 700 both of you. Nice to share a couple of you, and nice video also for Instagram. Shall I come? പക്ഷെ ഈ ഡ്രസ് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുക്കണ്ടായിരുന്നു അല്ലേ? ഏത് ഈ ഡ്രസ് ഇട്ടിട്ട് താജ്മഹൽ എവിടെ? ഇത് കാണുന്ന എൻട്രൻസ് കയറിച്ചാണ്. മറ്റേ താജിന്റെ മുകളിലും കാണുന്നുണ്ട്. മമ്മി എന്റെ ഫ്രണ്ടിലൊക്കെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കായിരുന്നു. താജ്മഹലാണ് ആദ്യം കണ്ടത്. അത് സെൽഫി സ്റ്റിക്ക് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതവിടെ ഞാൻ വെച്ചു. അപ്പം നമ്മള് രാവിലത്തെ ഇത്രയും മോർണിംഗ് ഞാൻ വന്നിട്ടില്ല. ഇത് ഫസ്റ്റാണ്. നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ലൈറ്റായിട്ടാണ് വന്നത്. എൻട്രൻസ് അപ്പം ഞങ്ങൾ ഇതിനകത്തുള്ളിലേക്ക് കയറി. കാലെല്ലാം ഫോട്ടോ അങ്ങനെ മമ്മി പിടിക്കുന്നല്ലേ യൂട്യൂബിൽ. ഇതേപോലെ വാ.
എടുത്തുതരാം. Yeah. There are 2 benches on the right where people are taking photographs. 2 benches this side. Yeah. താങ്ക് യു. തിരക്കല്ല, ഇപ്പൊ തിരക്കൊക്കെ വരും. ഇപ്പൊ രാവിലെ വേണ്ട, ഇന്നലെ സാറ്റർഡേ സൺഡേ കഴിഞ്ഞത് മൺഡേ അല്ലേ, അതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞത്. നമ്മൾ മെയിൻ എൻട്രൻസ് താജ്മഹലിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ ക്യൂ കേട്ടോ. Inside the Shah Jahan Mumtaz. Secret silent beast. Absolutely. This way. ഓ, വീഡിയോ പിടിക്കണ്ടായിരുന്നു. ഇതിനകത്തുണ്ട്. മൊബൈലും കാണിക്കണ്ട, എടുക്കാനുണ്ട്. കൂടെ നിൽക്കണേ. Yo creo. അപ്പോൾ ഞങ്ങൾ താജ്മഹൽ കണ്ടിട്ട് ഇറങ്ങി. അപ്പോൾ വരികയാണെങ്കിൽ എല്ലാവരും നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. കാരണം 6:30 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 6:30 അപ്പോൾ ഭയങ്കര ക്രൗഡ് കുറവായിരിക്കും. ക്രൗഡ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വീഡിയോസ്. അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കണ്ടിറങ്ങി വീട്ടിലെത്തി കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് റെഡ് ഫോർട്ടിലേക്കാണ്. റെഡ് ഫോർട്ടിലേക്ക് ഞങ്ങൾ നേരെ കയറുകയാണ്. ഇന്ന് തന്നെ ഞങ്ങൾക്ക് വൈകിട്ടത്തെ ട്രെയിനാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഏകദേശം അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് അത്യാവശ്യം ഒരു 3 മണിക്കൂർ വേണം ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. hindered and forehung on their Tante regeared here. The Tante from the Tasman as Islam hindered and forehung regeared.
regiert here. The Tante von Parchment are used from hindered them from regiert.